ഒടുവിൽ സർക്കാർ മുട്ടുകുത്തിക്കഴിഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കണ്ടോൺമെൻറ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ മുട്ടുകുത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇങ്ങനൊരു കേസ് എടുക്കാത്തതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. അതായത് ഒരു സംഭവമുണ്ടാകുന്നു. ആദ്യം പരാതി കൊടുത്തത് മേയർ ആര്യ രാജേന്ദ്രനാണ് എന്ന് പറയുന്നു. പക്ഷേ ഡ്രൈവറായ KSRTC ഡ്രൈവറായ യദുവിനെ സംബന്ധിച്ച് അദ്ദേഹവും പറയുന്നു, ഞാനും പരാതി പറഞ്ഞതാണ്, എനിക്കും പരാതിയുണ്ട് എന്ന് കണ്ടോൺമെൻറ് പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷേ അവിടെ അധികാരത്തിൻ്റെ ഹുങ്കും പക്ഷപാതിത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഭരണകക്ഷിയിലെ ഒരു MLAയ്ക്കും ഒപ്പം തന്നെ ഭരണകക്ഷി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ മേയർ ആര്യ രാജേന്ദ്രനും അനുകൂലമായി പോലീസ് നിൽക്കുകയാണ്. പാർട്ടി സംവിധാനങ്ങൾ ഒന്നടങ്കം DYFI സംസ്ഥാന ദേശീയ അധ്യക്ഷൻ റഹീം, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി വസീഫ്, ഇതിനുമപ്പുറം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി ഒന്നാകെ, സർക്കാർ ഒന്നാകെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും ഒപ്പം നിന്നപ്പോൾ കോടതിയിൽ നടന്ന ഇടപെടലുകളാണ് ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. കോടതി ഇന്ന് ഈ യദുവിൻ്റെ പരാതി പരിശോധിക്കുകയും അത് മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 3 പോലീസിനോട് തുടർ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത്. എന്തായാലും KSRTC ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഗതാഗത കുരുക്കുണ്ടാക്കി തുടങ്ങിയ ചില കുറ്റങ്ങൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഇത് കേവലം ആര്യ രാജേന്ദ്രന് മാത്രമല്ല, CPMനും DYFIക്കും സർക്കാരിനുമൊക്കെയുള്ള വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ യദു ഒരു അത്രയും മോശക്കാരനാണെന്നും യദു നേരത്തെയും റാഷ് ഡ്രൈവിങ്ങും വഴിനീള സ്ത്രീകളോട് പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതായത് യദുവിനെ ആര് സപ്പോർട്ട് ചെയ്താലും ആ കള്ളനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതൊക്കെ സാധാരണ മനുഷ്യരാണ്. കാരണം ഒരു അധികാര കേന്ദ്രവും സാധാരണ മനുഷ്യനും തമ്മിലുള്ളൊരു പോരാട്ടത്തിൻ്റെ കഥയാണ് ജനങ്ങൾക്ക് മുന്നിൽ വന്നത്. അവിടെ ആര്യ രാജേന്ദ്രൻ തുടക്കത്തിൽ പറഞ്ഞ കള്ളങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ബസ് തടഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കള്ളം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞപ്പോൾ സച്ചിൻ ദേവ് MLA വാഹനത്തിൽ കയറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ വാഹനം തടഞ്ഞിട്ടതിൻ്റെ അടക്കം CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. എന്നിട്ട് പോലും പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു സാധാരണ മനുഷ്യൻ, ഒരു KSRTC ഡ്രൈവർ പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല. പക്ഷപാതിത്വമില്ലാതെ ഭരിക്കും എന്നുള്ളതാണ് ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അധികാരമേൽക്കുമ്പോൾ പറയുന്ന സത്യപ്രതിജ്ഞകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയാണ് ഒരു പക്ഷപാതിത്വം കൃത്യമായി ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്ന നിലയിലേക്ക് ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. ആ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അതായത് കോടതി ഇടപെടുന്നതോടെ ഇനി രക്ഷയില്ല, നിക്കക്കള്ളിയില്ലാതെ കേസെടുത്തു, അതും ചില ഇത്തരം വകുപ്പുകൾ മാത്രം ചുമത്തി കേസെടുത്തു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുന്ന നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും പോലീസ് ഒരു FIR എങ്കിലും ഇട്ടല്ലോ. അതാണ് ഈ കേസിൽ, ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായത്. അതായത് ഒരു ചെറുപ്പക്കാരനെ കഴിയാവുന്ന രീതിയിലെല്ലാം ആക്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം അയാളെ സംഖ്യയാണെന്നും അയാളെ നാട്ടിൽ ഞരമ്പ് രോഗിയാണെന്നും അങ്ങനെ പറയാവുന്നതെല്ലാം, അതായത് പാർട്ടിക്കെതിരെ ആര് തിരിയുന്നു അവനെ തീർത്ത് കളയും എന്നതാണ് CPMൻ്റെ എല്ലാ കാലത്തുമുള്ള രീതി. നമുക്ക് TP ചന്ദ്രശേഖരൻ കേസ് അടക്കമുള്ള കാര്യം നമുക്കറിയാം. പാർട്ടിക്കൊരു പങ്കുമില്ല എന്ന് ആവർത്തിച്ച് അവർ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങളിൽ പാർട്ടിക്കുള്ള പങ്കുകൾ സാമാന്യ ജനത്തിന് ബോധ്യമുള്ള കാര്യമാണ്. ഈ പാർട്ടി എത്ര വിശദീകരിച്ചാലും അങ്ങനെ ഒരു സംഭവത്തിൽ കൂടിയാണ് ഈ സാധാരണക്കാരൻ്റെ വിജയം എന്ന നിലയിൽ കോടതി ഇടപെട്ടതോടെ ഒരു
നിക്കക്കള്ളിയില്ലാതെ കേസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ യദു എന്ന ചെറുപ്പക്കാരനുണ്ടാകുന്ന നീതികേട് ചെറുതല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ട്രിപ്പ് അടക്കം മുടങ്ങിയ സാഹചര്യമുണ്ട്. ആ മുടങ്ങിയ സാഹചര്യത്തിൽ യദുവിന് വേണ്ടി ആദ്യം രംഗത്തെത്തേണ്ടത് KSRTC ആയിരുന്നു. പരാതി കൊടുക്കേണ്ടത് KSRTC ആയിരുന്നു. പക്ഷേ അവിടെ എല്ലാം രാഷ്ട്രീയ നിറമാണ് കണ്ടത്. കൂടെയുള്ള കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയം വെച്ച് കളിച്ച്, അതായത് സഖാവെ ഇരിക്കൂ എന്നാണ് സച്ചിൻ ദേവിനോട് ഈ കണ്ടക്ടർ ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള നിലപാട്, രാഷ്ട്രീയത്തിനപ്പുറം വേറൊന്നുമില്ല, മറ്റൊരു ബന്ധത്തിനും വരില്ല. ഒരുമിച്ച് മണിക്കൂറുകൾ പണിയെടുത്ത് വന്നവരാണ്. പക്ഷേ അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല. തങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ് വലുത്. അത് എത്ര വലിയ കള്ളം പറയാനാണെങ്കിലും പാർട്ടിയെ ന്യായീകരിക്കുക എന്നുള്ളത് അന്ധമായി തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ കൂട്ടായ ആക്രമണമാണ് KSRTC ഡ്രൈവറായ യദുവിന് നേരെ ഉണ്ടായത്. ഫലത്തിൽ അതിനുകൂടി ആ സംവിധാനമാകെ ഇപ്പോൾ പുതിയൊരു സിനിമാ നടി പരാതി പറഞ്ഞതോടുകൂടി അവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് ഇവൻ യദു നാടുനീടെ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നു പോയത്. അതിനിടയിലാണ് കോടതിയിൽ നിന്ന് നീതിയുടെ കിരണം പിറക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ കേസിൽ നമുക്കറിയാം, ഈ കേസ് കാര്യമായി ഇനി മുന്നോട്ട് പോകാനൊന്നും വഴിയില്ല. ഇതിപ്പോൾ കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ, 6-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഞങ്ങൾ മേയർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു വെക്കാൻ, ഒന്ന് പറ്റിച്ച് കോടതിയിൽ നിന്നൊരു വിമർശനവും ഏറ്റുവാങ്ങാതെ രക്ഷപ്പെടാനുള്ളൊരു തന്ത്രം മാത്രമായി വേണം ഇപ്പോഴത്തെ ഈ കേസെടുപ്പിനെ കാണാൻ. എന്നിരുന്നാൽ തന്നെയും ഗതികേട് കൊണ്ട് കേസെടുക്കേണ്ടി വന്നു സ്വന്തം മേയർക്കും MLAയ്ക്കുമെതിരെ എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കേസ് അന്വേഷണം എത്ര മുന്നോട്ട് പോകുമെന്നുള്ളത് സാധാരണക്കാരായ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഭരിക്കുന്ന സർക്കാരും പോലീസും എല്ലാം കയ്യിലുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ നീതി ഇനി പ്രതീക്ഷിക്കേണ്ട. ഇനി എന്തൊക്കെ മറ്റ് കേസുകൾ യദുവിനെതിരെ വരും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. യദുവിനെ എങ്ങനെയൊക്കെ കുടുക്കി ജയിലിലാക്കാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത്. നമുക്കറിയാം, DYFIയും CPM ഒക്കെ ന്യായീകരിച്ചപ്പോൾ, ഒരു തരത്തിലും മേയറുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഉറക്കം നടിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കൗണ്ടർ പരാതിയാണ് എന്ന് പരാതി പോലും സ്വീകരിച്ച് ഒരു കേസ് പോലും എടുക്കാതെ, തുടക്കത്തിൽ തന്നെ പരാതി പറഞ്ഞെങ്കിലും യദുവല്ല ആദ്യം പരാതി പറഞ്ഞത് എന്ന് ഭരണകക്ഷിയിലുള്ളവർ ഫലത്തിൽ ന്യായീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസിന് ഇങ്ങനൊരു ബോധോദയം ഉണ്ടായത്. പോലീസിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. എപ്പോഴും ഭരണ സംവിധാനത്തിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെ പലപ്പോഴും പ്രവർത്തിക്കേണ്ടി വരുന്ന പോലീസുകാരാണ്. നീതിമാന്മാരായ പല പോലീസുകാരുണ്ടെങ്കിലും അവർക്ക് നീതി നടപ്പാക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും കഴിഞ്ഞു വരുന്നത്. എന്തായാലും ഈ മറ്റ് പുതിയ നടിയുടെയൊക്കെ വെളിപ്പെടുത്തലോടെ ഈ യദുവിനെ എതിർക്കുന്നവരുടെ വലിയ ഊർജം അവിടെ ഉയർന്നു വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അതിന് ഫലത്തിൽ ഒരു നീതിയുടെ കിരണം തന്നെ ഉയർന്നിരിക്കുന്നു. എന്തായാലും MLA മാത്രമല്ല, ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് ആകെ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങൾ വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. കാരണം സാധാരണക്കാരൻ്റെ ശബ്ദമാണ്, സാധാരണക്കാരാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം. പലതരത്തിലുള്ള സൈബർ ആക്രമണത്തിലൂടെ ആര്യ രാജേന്ദ്രനെതിരെയും പല നീക്കങ്ങളും നടന്നിരുന്നു. അതിനെയും അപലപിക്കുകയാണ്. അതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ആര്യ തന്നെയാണ് ആര്യയുടെ കുഴി വെട്ടിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഇനി 6-ാം തീയതി കേസ് പരിഗണിക്കുന്നു, അപ്പോൾ കോടതിയുടെ ഒരു മേൽനോട്ടവും മറ്റും ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാകുമോ? എന്താണ് നിങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷ? മെമ്മറി കാർഡ് മോഷണം പോയി എന്ന് പറയുന്നു. അതിൽ ഫലത്തിൽ ഇനി യദുവിലേക്കായിരിക്കുമോ അവസാനം വിരൽ ചൂണ്ടി യദുവിനെ കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുമോ? ഇത്തരം ഒരുപാട് വിഷയങ്ങളുള്ള കേസാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ വരും ദിവസങ്ങളിലും ഇത് പിന്തുടരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പലരും ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം, തുടക്കം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചാനൽ കണ്ടാൽ സന്തോഷം. ഇഷ്ടപ്പെട്ട വീഡിയോകൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. ലൈക്കുകളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.